ഹലോ ഗൈസ്, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ഫെയിൽഡ് ഫിലിം മേക്കറിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പറഞ്ഞത് മറ്റാരുമല്ല, പേളി മാണി. അതായത് പേളി മാണിയിൽ റീസെൻ്റ്ലി എയറിലായിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു പോസ്റ്റ് പുള്ളിക്കാരി ഇട്ടു. ആ പോസ്റ്റിനെ ബേസ് ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്കാരി ഇപ്പോൾ എയറിലാണ്. അതിനുശേഷം പുള്ളിക്കാരി ആ പോസ്റ്റിന് എഗെയിൻസ്റ്റായിട്ട് കുറച്ച് പേര് സംസാരിച്ചായിരുന്നു. ആ പോസ്റ്റിന് എഗെയിൻസ്റ്റ് സംസാരിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പുള്ളിക്കാരി ഒരു സ്റ്റോറിയും കൂടെ അങ്ങോട്ട് ഇട്ടു. ആ സ്റ്റോറി ഇട്ടപ്പോഴത്തേക്കും പുള്ളിക്കാരി ഇപ്പോൾ എയറിൽ നിന്ന് നേരെ സ്പേസിലോട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ സ്പേസിൽ കിടന്ന് കറങ്ങുകയാണ്. ഇപ്പോൾ അത്യാവശ്യം കുറേ ഫോളോവേഴ്സ് പുള്ളിക്കാരി നഷ്ടപ്പെട്ടു. പുള്ളിക്കാരി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ. ആ ഫെയിൽഡ് ഫിലിം മേക്കർ മറ്റാരുമല്ല, നമ്മുടെ സിബി മലയിലാണ്. ആ പുള്ളിക്കാരനെയാണ് ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട്, പുള്ളിക്കാരനെ അല്ല, പുള്ളിക്കാരൻ്റെ മകനെയാണ് ഫെയിൽഡ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം കുറേ പേര് തെറ്റിദ്ധരിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, സിബി മലയിലിൻ്റെ മോൻ ഇതേവരെ ഒരു പടം ഡയറക്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഒരു ഫെയിൽഡ് ഡയറക്ടർ എന്ന് പറയുന്നത്? പേളി മാണി ഇട്ട പോസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ ഇപ്പോൾ വന്നിരുന്ന് അതായത് 10 പേജിൻ്റെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ 10 പേജിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് ഇപ്പോൾ എൻ്റെ 4 പേജുള്ള പോസ്റ്റിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്തിട്ട് അതിൽ അജിനാമോട്ടയും ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് അത് അൺഹെൽത്തി ആക്കാൻ ശ്രമിക്കുന്നു എന്നൊരു പോസ്റ്റാണ് പുള്ളിക്കാരി ഇട്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിബി മലയാലിൻ്റെ ഒരു മൂവീസിന് ഇത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ, പുള്ളിക്കാരി പറഞ്ഞ പോലെ ഫെയിൽഡ് ഫിലിം മേക്കറിൻ്റെ ഒരു മൂവിയുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്രയും വലിയ ഹിറ്റൊന്നുമല്ല. എന്നാലും ഒരു പടമാണ് കിരീടം എന്ന് പറഞ്ഞ പടം. അത്രയും ഹിറ്റൊന്നും ആയിട്ടില്ല. പിന്നെ രണ്ടാമത് ജസ്റ്റ് ഒരു പടം നോക്കിക്കഴിഞ്ഞാൽ സമ്മർ ഇൻ ബദ്ലേം, അതും അധികം ഹിറ്റൊന്നും ആയിട്ടില്ല, ഒരു ഫെയിൽഡ് പടം. പിന്നെ കേരളത്തിലുള്ള ആൾക്കാരൊക്കെ കൂട്ടം കൂടി കരയിച്ചൊരു പടമുണ്ട്, ആകാശദൂത് എന്ന് പറഞ്ഞാൽ, അതും ഇതേപോലെ ഫെയിൽഡ് ഡയറക്ടറിൻ്റെ ഒരു ജസ്റ്റ് ഒരു മൂവിയാണ്. പിന്നെ ദിലീപേട്ടൻ്റെ ഒരു പടമുണ്ട്, ഇഷ്ടം, അതും ഇതേപോലെ ഫെയിൽഡ് ഡയറക്ടറിൻ്റെ ഒരു പടം. പിന്നെ ലാലേട്ടൻ്റെ ഒരു പടം കൂടി ഉണ്ട്, ഉസ്താദ് എന്ന് പറഞ്ഞ പടം, അതും ഈ ഫെയിൽഡ് ഡയറക്ടറിൻ്റെ മൂവി തന്നെയാണ് കേട്ടോ. പറയാനാണെങ്കിൽ അതേപോലത്തെ കുറേ ഐക്കോണിക് മൂവീസ് ഡയറക്റ്റ് ചെയ്ത ഒരു ലെജൻഡറി ഡയറക്ടറിനെ കുറിച്ചാണ് ഈ പുള്ളിക്കാരി ഫെയിൽഡ് ഡയറക്ടർ എന്ന് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പേളിമാണി ഇട്ട പോസ്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ബേസിക്കലി പേളിമാണി ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പുള്ളിക്കാരിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ക്രിറ്റിസിസം. അതായത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം, അതായത് അതിൽ നമ്മൾ നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും, നമ്മളിപ്പോൾ ഒരു നല്ല കാര്യം പറഞ്ഞാൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുണ്ടാവും, മോശം പറഞ്ഞാൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുണ്ടാവും. അതായത് ക്രിറ്റിസിസം കിട്ടുന്ന സമയത്ത് അതിനെ നമ്മൾ ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം. അങ്ങനെയാണ് അത്. നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം രണ്ടും, നല്ലത് മാത്രം പറയാനായിട്ട് ഒരിക്കലും നമ്മുടെ കമൻറ്റ് സെക്ഷൻ കാണത്തില്ല. നമ്മൾ നല്ലത് ചെയ്താൽ പോലും മോശം പറയാൻ ആൾക്കാർ വരും. അപ്പോൾ അതിനെ ആ രീതിയിൽ നമ്മൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാത്തിനും നമ്മൾ പിടിച്ച് റിയാക്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനെ സോഷ്യൽ മീഡിയ അതിനെ നേരെ ഉണ്ടാകത്തുള്ളൂ. പേളി മാണി എഗൻസ്റ്റ് സംസാരിച്ച ചില പെണ്ണുങ്ങളെ പോലും പേളി മാണി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും അവരുടെ വീഡിയോയും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്, എന്തായാലും അതും കൂടെ കാണിക്കാം. മേജർ രവിയും രംഗത്ത് വന്നിട്ടുണ്ട്, ഇതിൻ്റെ കേസിൽ മേജർ രവിയും രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും പേളി മാണി ഫസ്റ്റ് ഇട്ട പോസ്റ്റ് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. പുള്ളിക്കാരി ഇട്ടൊരു പോസ്റ്റ്, അതായത് ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ടോ? ഇല്ല. സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ടോ? ഇല്ല. അതായത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അതായത് 2 തോണിയിൽ ഇങ്ങനെ കാല് വെച്ചു. സംഭവം എന്ന് വെച്ചാൽ 2 തോണി ഇങ്ങനെ കാല് വെച്ചപ്പോഴത്തേക്കും ഈ 2 തോണി 2 സൈഡിലോട്ട് പോയി. അപ്പോൾ സ്പ്ലിറ്റ് നേരെ വെള്ളത്തിലോട്ട് വീണു. ഇതാണ് പറ്റിപ്പോയത്. മിണ്ടാണ്ടിരുന്നെങ്കിൽ യാതൊരു പ്രശ്നമില്ലായിരുന്നു. ഇതിപ്പോൾ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നിട്ട് ഫാൻസിനൊട്ട് വെറുപ്പിക്കാനും പറ്റില്ല, അപ്പോൾ സ്റ്റുഡൻസിനെ ഒട്ട് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന് പറയുമ്പോൾ നേരെ വെള്ളത്തിലോട്ടൊക്കെ പോയി. 2 തോണി കാലി വെച്ചപ്പോഴത്തേക്ക് നേരെ വെള്ളത്തിലോട്ട് പോയി. സിബി മലയിലിൻ്റെ മോന് ഇതിനെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിൽ ബേസിക്കലി എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പേളിനെ ആരെങ്കിലും ഫോഴ്സ് ചെയ്തത്, പേളിയുടെ ഒപ്പീനിയൻ പറയിപ്പിക്കാൻ ശ്രമിച്ചത്, അത് പേളിയുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവരെ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് കൂട്ടരുത്. അതായത് നിങ്ങളുടെ ഇപ്പോൾ പേളിയുടെ ഒപ്പീനിയൻ പറയാൻ പേളിയെ ഫോഴ്സ് ചെയ്യിപ്പിച്ചത് അത് പേളിയുടെ എനിമി ആണെങ്കിൽ അവരെ എനിമിയായിട്ട് തന്നെ കൺസിഡർ ചെയ്ത് വെക്കുക. അവരെ ഒരിക്കലും അവിടുന്ന് അനക്കരുത്. പക്ഷേ പേളി ചെയ്ത ആ പോസ്റ്റ് ആരെങ്കിലും മണ്ടത്തരമാണ് അല്ലെങ്കിൽ അത് തെറ്റാന്ന് ഏതെങ്കിലും പേളിയുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഒപ്പം ചേർക്കണം. അവരാണ് പേളിയുടെ യഥാർത്ഥ ഫ്രണ്ട് എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു പോസ്റ്റാണ് പുള്ളിക്കാരി ഇട്ടിരിക്കുന്നത്. എന്തായാലും പേളി മാണിക്ക് അഗെയിൻസ്റ്റ് സംസാരിച്ച ചില പെണ്ണുങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പേളി മാണി. എന്തായാലും ആ വീഡിയോ കൂടെ ഒന്ന് കാണിച്ചു തരാം. ഉണ്ടല്ലോ, അത്യാവശ്യം ഇച്ചിരി ഫേമസ് ആയ ഒരു ഇൻഫ്ലുവൻസർ എന്നെ പിടിച്ച് ബ്ലോക്ക് ആക്കി. കുറച്ച് നാളായിട്ടോ എന്നെ ബ്ലോക്ക് ആക്കിയിട്ട്. എന്നാത്തിനാന്ന് വെച്ചാൽ പുള്ളിക്കാരുടെ കുറേ ഫാൻസ് വന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അയ്യോ ഇത് ഇവളുടെ കോപ്പിയല്ലേ എന്ന് പറഞ്ഞ് കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞു, എനിക്ക് വേറെ വീഡിയോസ് ഞാൻ ഇൻസ്പയർ ചെയ്ത് ചെയ്യാറുണ്ട്. ഞാൻ അത് ഇൻസ്പയർ ചെയ്തതാണെങ്കിൽ ഇൻസ്പയർ ചെയ്തതെന്ന് തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുമുണ്ട് കേട്ടോ. അപ്പം ഈ പുള്ളിക്കാരി അത് കണ്ടിട്ടാന്ന് തോന്നുന്നു എന്നെ പിടിച്ചെങ്കിൽ ബ്ലോക്ക് ആക്കി. ഇനി നീ എൻ്റെ വീഡിയോസ് ഒന്നും കാണണ്ട എന്ന് പറഞ്ഞു. പക്ഷെ എന്തോ ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പുള്ളിക്കാരിയുടെ ഒരു വീഡിയോ കണ്ടു. പുള്ളിക്കാരിയും അതേപോലെ വേറെ ആരുടെയോ ഒരു വീഡിയോൻ്റെ പറഞ്ഞ കോപ്പി, ഞാൻ റെഫറൻസ് എന്നാണ് പറയാറ്, അവരുടെ ഫാൻസ് ആണ് കോപ്പി എന്ന് പറയല്, അതുപോലെ പുള്ളിക്കാരിയും ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു വീഡിയോ കൂടെ കാണിച്ചു തരാം.
പേളി മാണിനെ ബ്ലോക്ക് ചെയ്തു ഗൈസ്. സത്യം പറഞ്ഞത് ഇവിടെ ഒന്ന് പറയണമെന്ന് ഓർത്തില്ല, പക്ഷെ എനിക്ക് പറയണം തോന്നി. കാരണം ഇത്രയും നാളും സൈലൻസിന് ശേഷം പുള്ളിക്കാരി ഇന്നൊന്ന് വാ തുറക്കാന്ന് വിചാരിച്ചിട്ട് ഇതൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് നിങ്ങൾക്ക് വായിച്ചാൽ പക്ക മനസ്സിലാവും. ലൈക്ക് പക്ക ഒരു സേഫ് ഗെയിം പോസ്റ്റാണ്. അതായത് അവിടെയും ഇവിടെയും ഇല്ലാതെ നടുക്കി കൂടെ ഒരു ആദ്യം ഹെയ്റ്റും അൺഫോളോസ് ഒന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ദിവസത്തിന് ശേഷം ഇട്ടൊരു പോസ്റ്റ്. അത് അപ്പം തന്നെ കണ്ടാൽ മനസ്സിലാവും എല്ലാവരുടെയും പ്രശ്നം. കാരണം അതൊന്നും ഒതുക്കി തീർക്കാൻ ഒരു കണ്ണിപ്പൊടി ഇടാൻ വേണ്ടിയിട്ടൊരു പോസ്റ്റാണത്. അതിൻ്റെ ഇടയിൽ പുള്ളിക്കാരൻ ഇത്രയും വർഷം, എനിക്ക് തോന്നുന്നു ഞാൻ അറൗണ്ട് 2018 തൊട്ട് കണ്ട് പുള്ളിക്കാരനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ആ സമയം തൊട്ട് ഫോളോ ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ പുള്ളിക്കാരിക്ക് ഒരു കമന്റ് ഇട്ടു. അതായത് എന്തുകൊണ്ട് ഇത്രയും ദിവസം സൈലന്റ് ആയിട്ടിരുന്നിട്ട് ഇന്നൊരു സേഫ് ഗെയിം പോസ്റ്റ് ഇട്ട് എന്തിനാണ്, അതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരു കമന്റ് ഇട്ടു. ആൻഡ് ഗസ് വാട്ട്, പുള്ളിക്കാരി എന്നെ ബ്ലോക്ക് ചെയ്തു. ആ വീഡിയോയുടെ ആ പോസ്റ്റിന്റെ അടിയിൽ അറൗണ്ട് 500 കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ പുള്ളിക്കാരി അപ്പോൾ പേളി ചേച്ചി ഒരു ദിവസം ഇരുന്ന 500 വരെയൊക്കെ ബ്ലോക്ക് ചെയ്യും. എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കൂടുതൽ പോസിറ്റീവ് കമന്റ്സ് ആയിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഇത്രയും പോസിറ്റീവ് കമന്റ്സ് വന്നത്. സോ ഇത് എങ്ങനെയും പേളി ചേച്ചി കാണാൻ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസർ എസ്പെഷ്യലി പേളി മാണിനെ പോലെ എന്തും എപ്പോഴും തുറന്നു പറയാൻ ധൈര്യമുള്ള അല്ലെങ്കിൽ ഒരു സ്പൈനുള്ള ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ഞാൻ കരുതിയിട്ടുള്ള ഒരാളായിരുന്നു പേളി മാണി. സോ പുള്ളിക്കാരത്തിൻ്റെ ഒന്നും കയ്യിൽ നിന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തൊരു കാര്യമല്ല ഇത്. ആൻഡ് നമുക്ക് ഒരു പോസ്റ്റ് ഇടാനുള്ള റൈറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ കമന്റ് ഇടാനുള്ള റൈറ്റ്സ് ഉണ്ട്. എന്തിനാണ് ബ്ലോക്ക് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കേട്ടല്ലോ, അതായത് 2018 തൊട്ട് പുള്ളിക്കാരുടെ ഒരു ഫോളോവറാണ്. പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫോളോവർ. അതായത് പുള്ളിക്കാരി ഇതിനെക്കുറിച്ച് പ്രതികരിക്കില്ലെന്നൊന്ന് ചോദിച്ചിട്ടൊരു മെസ്സേജ് ഇട്ടാ അപ്പം തന്നെ പുള്ളിക്കാരി ഇതേപോലെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. പേളി മാണിക്ക് ഒന്ന് ക്രിട്ടിസൈസ് ചെയ്തൊന്ന് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ പുള്ളിക്കാരി ബ്ലോക്ക് ചെയ്യും. പുള്ളിക്കാരിയുടെ പണ്ടത്തെ ഒരു ഇന്റർവ്യൂവിൽ പുള്ളിക്കാരി ക്രിറ്റിസിസം ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞൊരു ഇന്റർവ്യൂ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. I love criticisms, that's what makes me grow. When you put out these like we put out interviews and stuff around, right? Do you read what people write below? Yeah, I have this new feature on my YouTube. I don't know if you guys have it. I can send voice replies. Oh, okay. Wow. Hey, Pearly, wait, you reply to your comments? Yeah, I send voice notes like, hey, thank you so much, I love you. Like, Do you reply to all the comments? most of them. Like the ones that really touch me. That's next The level, ones that man. really deserve a reply. But I whenever I get time, I'm somebody who likes all the comments. But does someone filter the bad ones or? Actually, there are no bad ones. Oh. Isn't that normal? Like seriously, which is like. You're sitting with me and asking it. അതായത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ക്രിറ്റിസിസമോ അതോ ബാഡ് കമന്റ്സോ വരാറില്ല. അതേ ക്രിറ്റിസിസം വല്ലതും വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യും, മറ്റേ പുള്ളിക്കാരനെ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യും. പിന്നെ എങ്ങനെ വരാനാ? ആരെങ്കിലും ക്രിറ്റിസൈസ് ചെയ്താൽ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്യും, സ്പോട്ടിൽ ബ്ലോക്ക് ചെയ്യും. പിന്നെ വരത്തില്ലല്ലോ. ഈ പുള്ളിക്കാരി പണ്ടത്തെ ഒരു ഇന്റർവ്യൂ, ഇന്നത്തെ പുള്ളിക്കാരി പറഞ്ഞ ക്രിറ്റിസിസമാണ് എന്നെ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്നതെന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരാളാണ്, അതായത് ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരാളാണ് പേളി. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് ചെറിയ ചെറിയ ക്രിറ്റിസിസം കിട്ടുമ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ എന്നാലും ക്രിറ്റിസിസം കിട്ടും, രണ്ട് സൈഡും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്രിറ്റിസിസം കിട്ടുമ്പോൾ തന്നെ പുള്ളിക്കാരി എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഇതൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആറാട്ടൻ ഒരു എപ്പിക് റിപ്ലൈ പേളി മാണിക്ക് അഗേൻസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് വായിച്ചേക്കാം. വലിയ മാർക്കൊന്നും വാങ്ങാതെ 10ാം ക്ലാസ് ജസ്റ്റ് പാസ്സായ പേളി മാണിക്ക് നീറ്റ് പേപ്പർ ലീക്ക് ആയതിൻ്റെ വിഷമം മനസ്സിലാവില്ല. പഠിക്കേണ്ട കാലത്ത് പഠിച്ചവർക്ക് പഠിത്തത്തിൻ്റെ വില മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഫ്രം ആറാട്ടണ്ണൻ. അതൊരു എപ്പിക് റിപ്ലൈ ആയിപ്പോയി കേട്ടോ. അതായത് സത്യമല്ലേ, അത് ഈ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഉറക്കവും മുളച്ച് കഷ്ടപ്പെട്ട് പഠിച്ച പിള്ളേർക്ക് ഇതേപോലെ അവർ റിസൾട്ട് വന്നപ്പോഴത്തേക്കും അവർക്ക് ഉദ്ദേശിച്ച സാധനം കിട്ടി, സീറ്റ് കിട്ടി, ഇനി ഈ കോളേജിൽ പഠിക്കാം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് സുപ്രഭാതം എന്ന് പറയാം, എക്സാം ഒക്കെ ക്യാൻസൽ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവർക്ക് പറയാൻ എളുപ്പം. അതായത് ഈ ഒരു എക്സാം നിങ്ങൾ ഈ സമയം കളയുന്നതിന് പകരം നിങ്ങൾ ഈ സമയം ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് അടുത്ത എക്സാമിന് ട്രൈ ചെയ്തുകൂടെയും ചോദിക്കുന്നുണ്ട്. പറയാൻ എന്തൊരു എളുപ്പമാണ് നീറ്റ് എക്സാമിനെ. അതായത് നീറ്റ് എക്സാമിൻ്റെ ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി, എക്സാമിന് കയറുന്ന സമയത്ത് ഒരു സെക്യൂരിറ്റി ഉണ്ട് കോപ്പി അടിക്കാതിരിക്കാനായിട്ട്. അതായത് ഈ ബാഗൊക്കെ ചെക്ക് ചെയ്യുന്നു, കയ്യും കാലും ചെക്ക് ചെയ്യുന്നു, ഫുൾ സ്ലീവ് ഇടാൻ പറ്റത്തില്ല, മറ്റേ പെണ്ണുങ്ങളുടെ ബ്രാസ് സ്ട്രാപ്പ് അതൊന്നും അതൊക്കെ ഊരിപ്പറച്ച് കളയുന്നു. അതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരുന്ന സാധനങ്ങളായിരുന്നു. എന്തൊക്കെ അഭ്യാസങ്ങളായിരുന്നു, ഒന്നും പറയുന്നില്ല. പേളി മാണി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇതേ മേജർ രവീൻ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാലും ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടേക്കാം. നോട്ട് ഈവൻ 0.1% നീറ്റ് എഴുതിയവരോ എഴുതാൻ പോകുന്നവരോ ആയിട്ടുള്ളവർ അവിടെ ഇല്ല. എഡ്യൂക്കേഷൻ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തത്. CBSE പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചിട്ട് ഒരു പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ CBSE ഫുൾ ഫോം എന്താണ് അറിയില്ല. നീറ്റ് എന്താണ്, നാഷണൽ इंटरेस्ट നാഷണൽ ഈ എക്സാമിനേഷനെ കുറിച്ചിട്ടുള്ള ചോദിച്ചു. നാഷണൽ ബാക്കി मैं भूल गया, मैं पढ़ के आया था उसके बाद मैं भूल गया എന്ന് പറയുന്ന സോ കോൾഡ് ഉദ്യോഗ എൻട്രൻസ് എക്സാമിനേഷൻ പോകുന്ന ആളുകളെയാണ് ഇപ്പോൾ നമ്മളവിടെ കാണുന്നത്. യെസ്, കേട്ടല്ലോ. പിന്നെ വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയ ഈ പ്രൊട്ടസ്റ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയ പകുതി മുക്കാൽ ആൾക്കാർ ബർഗറും സാൻഡ്വിച്ചും ഒക്കെ തിന്നാൻ വേണ്ടിയിട്ടാണ് പോയെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് ഈ ഒരു പ്രൊട്ടസ്റ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാർ, അതായത് ജെൻസി പിള്ളേർ മാത്രമല്ല, ഈ നീറ്റ് എക്സാം എഴുതാൻ പോയവർ മാത്രമല്ല,
എക്സാം എഴുതാത്ത അത് 90s കിഡ്സ്, അതായത് ഈ പഠിത്തം കഴിഞ്ഞ ആൾക്കാർ പോലും അവിടെ പ്രായമായ ആൾക്കാർ ഇവരെ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് ഇഷ്ടം പോലെ യങ്സ്റ്റേഴ്സും ഉണ്ടായിരുന്നു, പ്രായമായ ആൾക്കാരുണ്ടായിരുന്നു, അവരുടെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ ആൾക്കാർ അതേപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അല്ലാണ്ട് ഈ ജെൻസി പിള്ളേർ മാത്രമല്ല, അവരുടെ നീറ്റ് എക്സാം എഴുതുന്ന പിള്ളേർ മാത്രമല്ല, യാതൊരു ബന്ധവുമില്ലാത്ത ഇഷ്ടം പോലെ ആൾക്കാർ പോകുന്നുണ്ട്. ഇത് വേറൊരു ഒരാളെ ഈ പുള്ളിക്കാരൻ്റെ ഈ ഫോട്ടോ ഉണ്ടോ, അതായത് ഈ വീൽ ചെയറിൽ വരുന്ന പുള്ളിക്കാരൻ ഹാൻഡിക്യാപ്ഡ് ആണ്, പുള്ളിക്കാരൻ പോലും ഈ പ്രൊട്ടസ്റ്റിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പുള്ളിക്കാരൻ നീറ്റ് എക്സാം ഒന്നും എഴുതുന്ന ആളല്ല, എന്നിട്ട് പോലും ഈ സ്റ്റുഡൻസിൻ്റെ ഇതിൽ അത് ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റാനായിട്ട് പുള്ളിക്കാരൻ പോലും രംഗത്ത് വന്നിട്ടുണ്ട്. അതേപോലെ ഇഷ്ടം പോലെ ആൾക്കാർ, അതായത് പാനിപ്പൂരി വെക്കുന്ന ആൾക്കാർ ഇതേപോലെ പ്രൊട്ടസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പ്രൊട്ടസ്റ്റിൽ ഈ പിള്ളേരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് പാനിപ്പൂരി കൊടുക്കുന്ന ഇതുണ്ട്. ഈ സ്റ്റുഡൻസിനൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആൾക്കാർ കേരളത്തിൽ നിന്ന് ആൾക്കാർ ഫുഡ് അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് അത് ഈ പ്രൊട്ടസ്റ്റ് നല്ലൊരു മാറ്റം വരുത്താനായിട്ട് ആൾക്കാർ കുറേ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അങ്ങനെയാണല്ലോ ഇപ്പോൾ ഇത്രയും നല്ല സക്സസ്ഫുൾ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏതൊരു പാർട്ടി ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് പക്ഷേ നിങ്ങൾ ആ പാർട്ടിക്കാർ അതിൽ ചെയ്യുന്നത് തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുമ്പോഴത്തേക്കും അത് തെറ്റല്ലെന്ന് പറയുന്നത് ശരിയല്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.